ഇക്കാലത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ നേരിടുന്ന പ്രശ്നങ്ങൾ പലതാണ്. അതിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ഭക്ഷണം. ചിട്ടയായ രീതികളില്ലാതെ പുറമേ നിന്നും ഭക്ഷണം കഴിക്കുന്നവർ ഏറി വരുന്നു. അഥവാ തട്ടുകടയിൽ നിന്നും റെസ്റ്റോറന്റിന്റെ സന്ദർശനവും. ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ റെസ്റ്റോറന്റിനെ ആശ്രയിക്കുന്നു. മുഖ്യ ഉപഭോക്താക്കൾ പുരുഷന്മാർ തന്നെയാണ്. അസിഡിറ്റിയും ഗ്യാസ് ട്രബിളും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമും ഒക്കെയായി ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ സമീപിക്കുന്ന ചെറുപ്പക്കാർ ഒട്ടും കുറവല്ല. ഷവർമ മരണവും അതിനെ തുടർന്ന് കേരളത്തിലെമ്പാടും സ്റ്റാർ ഹോട്ടലുകളിൽ പോലും റെയ്ഡ് ചെയ്ത് ചീഞ്ഞ ഭക്ഷണം പിടിച്ചെടുക്കലുണ്ടായെങ്കിലും ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുന്ന ശീലത്തിന് വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. ചെറുപ്പക്കാരുടെ ഭക്ഷണത്തിലെ ക്രമമില്ലായ്മയാണ് പല ഉദര രോഗങ്ങൾക്കും കാരണം. രോഗങ്ങളിലേക്കുള്ള സാഹചര്യങ്ങൾ പലതാണ്. എന്തൊക്കെയാണ് ആ സാഹചര്യങ്ങൾ നമുക്ക് നോക്കാം. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ പലപ്പോഴും അല്ലെങ്കിൽ മിക്കപ്പോഴും വൈകിയാണ് ഉണരാറ്. ഓഫീസിലോ കോളേജിലോ പോകാനുള്ള തിരക്കിൽ കാര്യമായൊന്നും കഴിക്കാറുമില്ല. വേഗം കഴിക്കുന്നതും തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ മാത്രമുള്ളതുമായ എന്തെങ്കിലും കഴിച്ചൊന്നും വരുത്തും. ഉച്ചയ്ക്കും ശരിയായ ഭക്ഷണം കഴിക്കില്ല. ചെറുപ്പക്കാർ കൂടുതലായും പെപ്സി, കോള, പിസ്സ, ബർഗർ എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കാറ്. അല്ലെങ്കിൽ പൊറോട്ടയോ ബിരിയാണിയോ കഴിക്കും. രാത്രിയിലാണ് ചെറുപ്പക്കാർ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അടിപൊളിയാക്കുന്നത്. കൂട്ടുകാരുമൊത്ത് ഡിന്നർ തകർപ്പൻ. പൊരിച്ച കോഴിയും മുട്ടയും മറ്റു ജങ്ക് ഫുഡും ഉണ്ടായെന്നും വരാം. ചിലർ മദ്യവും കൂട്ടിന് ചേർക്കുന്നു. എല്ലാം കൂടി ഏറെ വൈകിയാണ് കിടന്നുറങ്ങുന്നതും. ചെറുപ്പക്കാരുടെ ഇത്തരത്തിലുള്ള ചിട്ടയില്ലായ്മ അവരെ കൊണ്ടെത്തിക്കുന്നത് പലതരം അസുഖങ്ങളിലേക്കാണ്. കുടവയർ, ഫാറ്റി ലിവർ, കൊളസ്ട്രോളിന്റെ അളവ് കൂടുക, അസിഡിറ്റി, ഡയബറ്റിസ് മെലിറ്റസ്, ഗ്യാസ്ട്രിക് അൾസർ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, കോൺസ്റ്റിപ്പേഷൻ, ഹൈപ്പർ ടെൻഷൻ എന്നിങ്ങനെ രോഗങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. വീട്ടിലെ ഭക്ഷണവും പുറമേ നിന്നുള്ള ഭക്ഷണവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം രുചിയുടെ കാര്യത്തിലാണ്. അതിന് പലതരം കൃത്രിമ രാസവസ്തുക്കളും ചേർക്കുന്നുണ്ട്. അപകട രുചിയുടെ പുറകെ പോകാതെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ജങ്ക് ഫുഡ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന്. എന്നാലും നമുക്കത് കഴിക്കാനുള്ള ഒരു ത്വരയുണ്ടാകും. അത്തരം ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പഴങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ജങ്ക് ഫുഡിനെ നിങ്ങളുടെ ഫുഡ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വി ആർ റിവ്യൂസ്.